പേരെന്താ പേരെന്താ I saw your face today, but I just turned my head away, your face against the trees. But I just see the memories as they come. അപ്പൊ ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമുക്ക് എന്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, എന്റെ കുടുബേബിന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പോൾ എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അവളെ പേര് പറയാൻ പറഞ്ഞു, എന്നാ മുട്ടായി തരും പറഞ്ഞു. അപ്പോൾ കടലാസ് കൊടുത്തേനാണ് കരഞ്ഞത്. ശരിക്കും കുടുബേബിന്റെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് വരെ എനിക്കറിയില്ല. പിന്നെ ഞാൻ എണീക്കിനെക്കാട്ടി മുന്നേ നേരത്തെ എണീറ്റിരിക്കലുണ്ട്. ഇന്ന് പിന്നെ ഞാൻ എണീക്കാൻ കുറച്ച് നേരം വൈകി, ഒരു ചോറ് ടൈമൊക്കെ ആയിട്ടുണ്ട് എണീക്കാൻ. ഇന്ന് പിന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, ചമ്മിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട് വന്നിട്ടുണ്ടേനു, ഒരു ഫ്രണ്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിനി എല്ലാരും കൂടി ഒരുമിച്ച് ചോറുന്നായിരിക്കാൻ പോവാണ്. ബേബിക്ക് പിന്നെ ഒറ്റക്ക് ചോറുന്നില്ലെങ്കിൽ ഇറങ്ങൂല, അപ്പൊ ഓക്ക് ഒറ്റക്ക് തന്നെ തിന്നണം. പിന്നെ എന്താ ചമ്മിന്റെ സ്പെഷ്യൽ കപ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടുബേബി ഇപ്പോൾ ഓരോ കളീന്റെ തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ ഓളെ വൈത്താലൊന്നും ഞാൻ നടക്കില്ല, ഓളങ്ങനെ മൈൻഡ് വരെ ഞാൻ ചെയ്യില്ല. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി മാത്രം ഓളെ വൈത്താലായിരുന്നു ഞാൻ ദിവസം മൊത്തം. പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ട്, അപ്പൊ അതിന് ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് ചമ്മിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ചമ്മി അടിച്ചിട്ട് കുറച്ച് കൊളാക്കി കൊടുത്ത്, കുറച്ചല്ല നല്ലോണം കൊളാക്കി കൊടുത്ത്. ഒരു പാന്റ് തിരിച്ചിട്ടിട്ടാണ് അടിച്ചത്. പക്ഷെ അങ്ങനെ മനസ്സിലാവുണ്ടോ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാവില്ല. എന്റെ അമ്മയോ എന്റെ അമ്മന്റെ അനിയത്തിയും കൂടി ആട്ടോ ഡ്രസ്സ് അടിക്കണത്. പിന്നെ ഓളെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്, കുഴപ്പമില്ല. പാന്റ് പിന്നെ മറച്ചടിച്ചത് അങ്ങനെ മനസ്സിലാവില്ല, അപ്പൊ കുഴപ്പമില്ല. ഇവളെ ഡ്രസ്സ് ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കുടുബേബി ചെയ്ത പണിയാട്ടോ. ഓള് വെള്ളത്തിൽ പോയി കളിച്ച് ഫുള്ളും നനച്ചിട്ടുണ്ട്. ഓളെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മിസ്സായാൽ മതി, അപ്പത്തിന് എന്തെങ്കിലും ഒരു പരിപാടി ഒളിപ്പിച്ചു. അങ്ങനെ ഡ്രസ്സ് മാറ്റിയൊക്കെ വന്നപ്പത്തിന് നമുക്ക് ചായ കുടിക്കാനുള്ള സമയമാക്കിന്. ഓള് പിന്നെ ഒരു ഗ്ലാസ് ചായ ഒന്നും കുടിക്കില്ല, അതിന് കുറച്ച് ചായ കൊടുത്തതേ ഓർമ്മ ഉള്ളൂ. അത് അപ്പം തന്നെ ഓള് നിലത്തോട്ട് ഗ്ലാസ് പൊട്ടിച്ച്. ഓളെ കാര്യം പിന്നെ പറയേ വേണ്ട, എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാതെ ദിവസം ഉണ്ടാവൂല. ഗ്ലാസ് പൊട്ടിച്ചതിന് ഓളൊന്ന് ചീത്തറിയാൻ ഓള് നിക്കണണ്ടില്ലേ. ഗ്ലാസിന്റെ കഷ്ണം കൊണ്ടിട്ട് ചെറുതായിട്ട് കയ്യും മുറിഞ്ഞിക്കണേ. പിന്നെ ചമ്മിന്റെ ഫ്രണ്ട് പോവാൻ നിൽക്കുമ്പോ കുടുബേബിയോ ഓലപ്പുറം പോവാൻ നിക്കാട്ടോ. നമുക്ക് പിന്നെ ആര് പുറത്തു പോകണ കണ്ടാലും ഓലപ്പുറം പോകണം, അതാണ്. ഓളിപ്പം ഭയങ്കര എക്സ്ട്രോവേർട്ട് ആക്കിന്നെ. അവൾ ആരടുത്ത് വേണമെങ്കിലും പോവും. പക്ഷെ ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ അല്ലേനു കേട്ടോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പോഴും പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ കുടുബേബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണാണ് മാഷ ആൻഡ് ദ ബിയർ. ഒക്കെ അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവള് മാഷ കാണാണ്. പിന്നെ രാത്രി നമുക്കൊരു കല്യാണം ഉണ്ടേനും, അപ്പൊ അവിടെ പോയി നമ്മള് ബിരിയാണി കഴിക്കാണ് കാണുന്നത്. ഇപ്പം ഞാൻ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താണ് കേട്ടോ. അതേറ്റോള് വീണും ചെയ്ത്. ഇന്ന് പിന്നെ എന്റെ അനിയത്തിന്റെ ബെസ്റ്റിന്റെ വീട്ടിലാട്ടോ കല്യാണം. ഓല് രണ്ടാളും പിന്നെ ഒരേ ക്ലാസ്സിലാണ്. പിന്നെ നമ്മളെ റിലേറ്റീവ് ആയിട്ട് വരും. പിന്നെ കല്യാണം വീട്ടിൽ പോയപ്പോ ഞാൻ തന്നെയാണ് കുടുബേബിനെ നോക്കിയത്. ഓളെ വയ്യാലെ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഒരു പണിയാന്ന് എനിക്കിപ്പോ മനസ്സിലാക്കിയത്. ഓളെ കൂടെ നടക്കുമ്പോ ഉള്ള ബെനിഫിറ്റ് എന്താ വെച്ചാല് ഓക്കുള്ള മുട്ടായൊക്കെ എനിക്കും തിന്നാം. നമുക്ക് അവിടുന്ന് ആരോ മുട്ടായി എടുത്തിനും, അപ്പൊ ഞാനത് പൊളിച്ചെടുക്കും, ഞാനും തിന്നും, അങ്ങനെയാണ്. പിന്നെ കുടുബേബിന്റെ ഒരു ദിവസത്തിൽ നടക്കണം എന്താ വെച്ചാല് തിന്നാ, ഉറങ്ങാ, കളിക്കാ, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചേക്ക, അതന്നെ. ഇതൊക്കെയാണ് എനിക്കിപ്പോ ഒന്ന് മനസ്സിലായത് ഓളപ്പുറം നടന്നിട്ട്. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിൽ പോട്ടെ. അപ്പൊ ബൈ.